പക്ഷെ ആ സൂപ്പർ DGPക്ക് എന്ന വിളിപ്പേര് കേട്ട MR അജിത് കുമാറിനെതിരായ നടപടിയിൽ ഇപ്പോൾ DGPയുടെ റോൾ എത്രത്തോളം നിർണായകമായിരുന്നു? തീർച്ചയായിട്ടും നമുക്കറിയാം ഈ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിന് ഏതാണ്ട് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ മുൻപാണ് DGP ADGPയുടെ ചില നടപടികളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകൾ കൈമാറുകയും ഒക്കെ ചെയ്തത്. അതിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ ഒരു പോലീസ് മീറ്റിംഗിൽ ADGP പങ്കെടുത്തില്ല, വിട്ടുനിന്നു. അതിന് കൃത്യമായ കാരണം കാണിക്കാൻ ADGP കഴിഞ്ഞതുമില്ല. അതിൽ ഒക്കെ DGP അസ്വസ്ഥത പ്രകടിപ്പിച്ചു, അതിൽ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അതിനു മുൻപ് കേരള പോലീസിൽ ആത്മഹത്യകൾ പ്രവണത വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ, അങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കേരള പോലീസിലെ ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് DGP എത്തിയിരുന്നു. പക്ഷേ DGPയുടെ ഒരു തീരുമാനം വരും മുൻപ് തന്നെ സ്വന്തം നിലയ്ക്ക് ലോ ആൻഡ് ഓർഡർ ADGP എന്ന നിലയ്ക്ക് MR അജിത് കുമാർ ഒരു സർക്കുലർ പുറത്തിറക്കി. അതും DGP അസ്വസ്ഥനാക്കി. തുടർന്ന് DGPക്ക് തന്നെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വന്നു, തൻ്റെ കീഴുദ്യോഗസ്ഥരാരും തനിക്ക് മുകളിൽ സർക്കുലറുകൾ ഇറക്കരുത് എന്നുള്ളത്. മാത്രമല്ല അധികാര ബലാബലത്തിനപ്പുറത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ MR അജിത് കുമാറിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല DGPക്ക് വിവരങ്ങൾ നൽകേണ്ടത് എന്നത് DGPയുടെ മൂക്കിനു താഴെ പോലീസ് ഉദ്യോഗസ്ഥർ ലംഘിക്കുന്ന നിലപാട് വരെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പ്രബല സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നേരിട്ടുള്ള അനുഗ്രഹാശിസുകൾ അവിടെ നിന്നൊരു പ്രത്യേക ശക്തി ADGP MR അജിത് കുമാറിന് ലഭിച്ചിരുന്നു എന്ന് കേരള പോലീസിൽ ഒരു അടക്കിപ്പിടിച്ച സംസാരമായിരുന്നു. ആ രീതിയിൽ പ്രബലത്വം പ്രകടിപ്പിച്ച, മുഴുവൻ പോലീസ് സേനയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള വിളിപ്പേര് കൂടി MR അജിത് കുമാറിനുണ്ടായിരുന്നു. മാത്രമല്ല ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ രണ്ടാമത്തെ നടപടിയാണ് MR അജിത് കുമാർ നേരിടുന്നത് എന്നുള്ളതാണ്. സമാനമായ ഒരു ആരോപണം 2022 ജൂൺ മാസത്തിൽ തീർച്ചയായിട്ടും സ്വപ്ന സുരേഷ് വലിയ വെളിപ്പെടുത്തൽ സർക്കാരിനെതിരെ നടത്തുമ്പോൾ അവരുടെ ഒപ്പമുണ്ടായിരുന്ന സരിത്ത് എന്ന ആളെ വിജിലൻസിൻ്റെ സംഘം തട്ടിക്കൊണ്ടുപോയി ഫോൺ പിടിച്ചു വാങ്ങുകയും അയാളെ കസ്റ്റഡിയിൽ വെക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് സ്വപ്ന സുരേഷ് വളരെ ഗൗരവമായ ഒരു ആരോപണം അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നത്. താനുമായി ഒരു മീഡിയേറ്റർ വഴി, ഷാജ് കിരൺ എന്ന മാധ്യമപ്രവർത്തകൻ മീഡിയേറ്റർ വഴി വാട്സപ്പിൽ സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം. മാത്രമല്ല അതിൻ്റെ രേഖകളും ശബ്ദരേഖയും ഒക്കെ സ്വപ്ന സുരേഷ് പുറത്തുവിടുകയും ചെയ്തു. തുടർന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റി അന്ന് പകരം ചുമതല കൊടുത്തത്. അത് ബൂമറാങ് പോലെ അല്ലെ, തെറിക്കുന്ന അതേ സ്പീഡിൽ തിരിച്ചു വരുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ സൂപ്പർ സിംഹാസനത്തിലേക്കാണ്. തീർച്ചയായിട്ടും അന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് സംരക്ഷിച്ചു നിർത്താനൊന്നും സർക്കാരിന് അവസരമുണ്ടായില്ല. കാരണം അത്രയും